ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു യോക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രോക്കിലും പിന്നെ പാർട്ടി ഗൗണിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു യോക്ക് ഡിസൈനാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ചെയ്യുന്നത് ഒരു ബേബി ഫ്രോക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേബി ഫ്രോക്കിൻ്റെ യോക്കൊക്കെ വീതി നീളമൊക്കെ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഈ തുണി നമുക്ക് എടുക്കണം. നീളവും വീതിയൊക്കെ നോക്കി അത് കറക്റ്റ് ഒരു 1-2 ഇഞ്ച് കൂട്ടി നമുക്ക് ഈ തുണി എടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് ഒന്ന് മടക്കിയെടുക്കാം. നമ്മൾ പ്ലീറ്റ്സ് എടുക്കൂലേ അതേ രീതിയിൽ തന്നെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് മാത്രം ഇങ്ങനെ ഉള്ളിലോട്ടാക്കി നമുക്ക് പിന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ മുഴുവൻ തുണിയും നമുക്ക് ഈ 1/4 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അയൺ ചെയ്തും എടുക്കാം. പിന്നെ ഇത് ഒരുപാട് രീതിയിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് വെക്കാൻ വേണ്ടി ഇതുപോലെ പിന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് സൂചി നൂല് കൊണ്ട് തുന്നിയെടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഇൻവിസിബിൾ ടാപ്പ് വെച്ച് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിനി ഇത് അയൺ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് എല്ലാം ഒരേ രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തുന്നിയെടുക്കാം. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇൻവിസിബിൾ ടാപ്പൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്ത് വരാം. അപ്പോൾ നന്നായി തന്നെ സ്പ്രേ ഒക്കെ ചെയ്ത് നല്ല പ്രസ് ചെയ്ത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് അയൺ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ലൈനിങ് പീസാണ് വേണ്ടത്. അപ്പോൾ യോക്കിനനുസരിച്ച് നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭാഗത്തല്ല, ബാക്ക് ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് നമുക്ക് ബാക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പ്ലേറ്റ്സൊക്കെ ഒരുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതാ ഈ യോക്കിൻ്റെ പീസ് ബാക്ക് വശത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നുകിൽ ഇൻവിസിബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് തുന്നിയെടുക്കുക. ആദ്യം ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സൂചി നൂല് വെച്ച് തുന്നാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മൊത്തമായിട്ടൊന്ന് സൂചി നൂല് വെച്ച് തുന്നിയെടുക്കാം. കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്. എന്നാലും ഒന്ന് സാവധാനം ഒന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ തുന്നുന്ന സമയത്ത് പ്ലേറ്റ്സൊക്കെ ഒരുപോലെ ആക്കി വെച്ചിട്ട് വേണം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കഴിഞ്ഞാൽ വീണ്ടും അയച്ചെടുത്ത് തുന്നാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലീറ്റ്സ് കൊടുത്ത് ഞാൻ തുന്നി കൊടുക്കുകയാണ്.
അപ്പോൾ ഇൻവിസിബിൾ ടാപ്പ് ആണെങ്കിൽ ഇതാ ഇതുപോലെ ഓരോ പ്ലീറ്റ്സ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് ഇതിനുള്ളിൽ നമുക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അറ്റത്തായിട്ട് എടുക്കാൻ പാടില്ല, കുറച്ച് ഉള്ളോട്ടാക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാ അരികും വെച്ച് നമുക്ക് മെഷീനിൽ തയ്ച്ചെടുത്താൽ മതി. ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളുടെ ഫ്രോക്കിനും പിന്നെ ഗൗണിനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ നല്ല കളർ, നല്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്യുകയാണെങ്കിലായിരിക്കും കൂടുതൽ ഭംഗി. ഇതിപ്പോൾ വൈറ്റ് ഫ്രോക്കാണ്. അപ്പോൾ വൈറ്റിനേക്കാളും കുറച്ച് നല്ല ബ്രൈറ്റ് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ബീഡ്സൊക്കെ വെച്ചെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു യോക്ക് ഡിസൈൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.